ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഡോൾഫിന ഡീൽ ഷോ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഗായ്സ്, ഈ പ്രാവശ്യം ഞങ്ങളുടെ ട്രിപ്പ് എന്ന് പറയുന്നത് സിയാന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണ്. എപ്പോഴും പറയും ഡോൾഫിനെ കാണണം, സിയ ഇതുവരെ ഡോൾഫിൻ ഷോ കാണിക്കാൻ കൊണ്ടുപോയില്ല. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം വിചാരിച്ച് അവിടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാമെന്ന്. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് വൈകിട്ട് 6 മണിക്കുള്ള ഷോയിനാണ്. പക്ഷെ അവിടെ 3 ടൈമിൽ ഷോ നടക്കുന്നുണ്ട്. രാവിലെ 11 മണിക്കും, ഉച്ചയ്ക്ക് 2 മണിക്കും, പിന്നെ വൈകിട്ട് 6 മണിക്കും. അപ്പോൾ ഗായ്സ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അങ്ങനെ എത്താറായി. സിയാന് വേണ്ടി പപ്പ വന്നിട്ട് ഡോൾഫിൻ ഷോ കാണിച്ചാൽ എന്നിട്ട് സിയപ്പ് നോങ്ങിപ്പോതാവും. അതുകൊണ്ട് നമ്മൾ എത്തി. അതുകൊണ്ട് റൈറ്റ് സൈഡ് നോക്ക്, അവിടെ നോക്ക്. ഞാൻ പോകാനായിട്ട് പ്ലാൻ ചെയ്യാത്ത ഒരു സ്ഥലമായിരുന്നു ഇത്. കാരണം വേറൊന്നുമല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ് ടിക്കറ്റ്. ഒരാൾക്ക് വരുന്നത് 90 ദറംസ്, ഏകദേശം നാട്ടിലെ 2040 രൂപയാണ് ഒരാൾക്ക്. കുട്ടികൾക്കും ഉണ്ട് ചാർജ്. ഇവിടുത്തെ 49 ദറംസ്, നാട്ടിലെ 1110 രൂപയുടെ അടുത്താണ് വരുന്നത്. ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ടാക്സി സ്റ്റാൻഡും ബസ് സ്റ്റോപ്പും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ കയറാനായിട്ട് എളുപ്പമാണ്. പിന്നെ ഈ ഡോൾഫിൻ ഷോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിൽഡ്രൻ സിറ്റി എന്ന് പറയുന്ന ഒരു പാർക്കിന്റെ അകത്താണ്. നമ്മൾ അതിന്റെ അകത്ത് കയറണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് 5 ദറംസിന്റെ ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക്. ഈ ചിൽഡ്രൻ സിറ്റി എന്ന് പറയുന്നത് പാർക്കിന്റെ പേര് മാത്രമല്ല, ഒരു ബിൽഡിംഗ് ആണ്. അതിനകത്ത് കുറെ പിള്ളേരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടി മാത്രം വന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറുന്നില്ല. എക്സൈറ്റ്മെന്റ്, ഹാപ്പി, മറ്റതുപോലെ. പിന്നെ ഗായ്സ്, ഇവിടെ ഡോൾഫിൻ ഷോ മാത്രമല്ല, ഇങ്ങനെ ബേർഡിന്റെ ഷോയും ഉണ്ട്. പക്ഷെ നമ്മൾ അതിന് ടിക്കറ്റ് എടുത്തില്ല. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അച്ഛൻ പറഞ്ഞ്, പക്ഷേ ഇവിടെ ബേർഡ് ഷോ ഒക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് സെർച്ച് ചെയ്ത് നോക്കിയത്. അതിന് വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് കൊടുക്കേണ്ടി വരും. അഡൾട്ടിന് 50 ദറംസും കിഡ്സിന് 30 ദറംസാണ്. കയറി വന്നപ്പോഴേ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചേട്ടാ, മുടിപ്പിച്ചിട്ട് കയറാന്ന് വിചാരിച്ച്. സിയ, എന്തൊരു AC അകത്ത് കയറുമ്പോൾ. അങ്ങനെ ഞങ്ങൾ കയറിയതുപോലെ തന്നെ തിരിച്ചിറങ്ങി വന്ന്. ഇനി 15 മിനിറ്റും കൂടെ ഉണ്ട്. കറക്റ്റ് സമയത്ത് അവർ കയറ്റി വിടത്തുള്ളൂ. അകത്ത് ഇതുപോലെ കസ്റ്റമൈസ്ഡ് ടീഷർട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. 65 ദറംസ് ആണ്. പിന്നെ കുറച്ച് കടകളൊക്കെ വാങ്ങി നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വെളിയിൽ ഇറങ്ങി വന്ന്. നമ്മൾ 6 മണിയുടെ ഷോ ആണ് എടുത്തേക്കുന്നത്. ഇവിടെ 30 മിനിറ്റ് മുമ്പേ അവർ കയറ്റത്തുള്ളൂ അകത്ത്. നമ്മൾ കുറച്ച് നേരത്തെ എത്തി. 15 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് കുറച്ച് വെളിയിലൊക്കെ കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. ഇവിടെ നിങ്ങൾ കാണുന്നത് ക്യാമൽ റൈഡ്, ഹോഴ്സ് റൈഡും ആണ്. ഇതിന് 10 ദറംസേ ഉള്ളൂ. അവരൊരു റൗണ്ട് കൊണ്ടുപോയിട്ട് കൊണ്ടുവരും. സിയ പിന്നെ ഐസ്ക്രീം കുടിക്കുന്നവർ വെപ്രാളത്തിൽ അതിലൊന്നും കേർത്തില്ല എന്ന് പറഞ്ഞ്. ഹലോ, എഞ്ചുപട ചീനെ സിയാലിനും വലിയ ഐസ്ക്രീം. ഷൂവിനൊക്കെ വീഴാതെ കഴിക്കുന്നു. അപ്പോൾ ഗായ്സ്, 15 മിനിറ്റ് ഞങ്ങൾ ഐസ്ക്രീം കുടിച്ച് തന്നെ തീർത്തെന്ന് പറയാം. ഇനി നമുക്ക് അകത്തോട്ട് കയറാൻ നല്ല അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച സീറ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല എന്ന്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഓരോ സീറ്റ് കളറിനും ഓരോ റേറ്റ് ആണെന്ന്. ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ സീറ്റ് VIP സീറ്റാണ്. VIP സീറ്റ് അത്ര വലിയ റേറ്റ് ഒന്നുമില്ല. ഞങ്ങളെടുത്ത 90 ദറംസിൻ്റെ ടിക്കറ്റിലും 15 ദറംസേ ഉണ്ടായിരുന്നുള്ളൂ കൂടുതൽ. അങ്ങേറ്റത്ത് കാണുന്ന സീറ്റ്, റെഡും ഗ്രീനും സീറ്റുകളൊക്കെ റേറ്റ് കുറഞ്ഞതാണ്. അവിടെ ഇരുന്ന് അത്രയ്ക്ക് വ്യക്തമായി ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. ഷോ എല്ലാം നടക്കുന്നത് ഫ്രണ്ടിലാണ്. ഈ ഒരു ഡോൾഫിൻ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ റിങ്ങുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു റിങ്ങിന് 20 ദറംസ് ആണ്. ഇത് മേടിക്കാൻ നേരത്തെ ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങൾക്കാണ് ആ ലക്ക് കാത്തിരിക്കുന്നതെന്ന്. ഇതാണ് സംഭവം. We take a picture and give it to you. Remember, you can buy as many rings as you can. No chance to win the picture. Things ain't possible to my beginners. So, hurry up before the show. ഡോൾഫിൻ ഷോ 45 മിനിറ്റും പിന്നെ ഡോൾഫിൻ്റെ കൂടെ സ്വിം ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് സ്വിം ചെയ്യാം. അത് 25 മിനിറ്റ് ആണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മേലിൽ മെൻഷൻ ചെയ്യാം. ഈ ഷോ അവതരിപ്പിക്കുന്ന 2 പേര് DJകളാണ്. അതുവരെ നല്ല മനോഹരമായി തന്നെ ആ ഷോ കൊണ്ടുപോയി. ഒട്ടും തന്നെ ബോറടിച്ചില്ല. പിന്നെ ഒരു കുഞ്ഞുവാവയുടെ ബർത്ത്ഡേ ആഘോഷം ഉണ്ടായിരുന്നു. ഇവിടെ UAE ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ പോവുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ടിക്കറ്റ് ഫ്രീ ആയിരിക്കും. പക്ഷേ മുൻകൂട്ടി എമിറേറ്റ്സ് ID ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഗായ്സ്, നമ്മൾ കാണാൻ വന്ന സീൽ ആൻഡ് ഡോൾഫിൻ ഷോ തുടങ്ങി. സീലാണ് ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മെയിനായിട്ടുള്ള പാർട്ടുകൾ മാത്രം കട്ട് ചെയ്ത് ഇതിനകത്ത് കാണിച്ചു തരാം.
boy came from that stage to this stage to sing a song to someone. Mashallah. Everybody's beautiful of it. Hey, Mr. Fred, can you please come in and tell me who are you singing this song for? I will call her down. She's wearing a white in the middle. First row. Okay. Right. In the middle. First row. Come, everybody, come. We have a wall. Step forward. I will see your name. Come, Maria. Come. ആ പെണ്ണിന് വേണ്ടിയാ പാട്ട് പാടിയത്. Maria, take the flower. It's for you. Now wait. Flower is incomplete. Maria, come and stand there to the wall. Look at everybody. When he comes back, Maria, give your cheek up to him like this. Alright? Give you something. Bossa. Your cheek up, Maria. Can you please serve us, Maria, for being part of you? Fred. So we can really shining star. Super. One. She's playing dancing. 2. 4. Catch the ball. Show everybody how amazing you are. Catch the ball. Catch the ball. Jamila. That's it. Super. Look out. The ball. The ball on the water. And now, check this out. She's gonna do this. She's gonna move it together. She's gonna fly. Hey, say what, DJ? How strong she is. Check this out. Yeah, whoppa! Say why do I like to sing? വായ് വന്നു. ആ പെണ്ണിന്റെ വായിലെ വിസിലാണ്. അങ്ങനെ സീൽ ഷോ കഴിഞ്ഞ് ഇനി ഡോൾഫിൻ ഷോ ആണ്. ഞാൻ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് ഒന്നും മാറ്റാൻ നിന്നില്ല. അതുണ്ടെങ്കിൽ ആ ഷോ കാണാൻ ഒരു രസമുള്ളൂ. പിന്നെ ഞാൻ കട്ട് ചെയ്ത് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഈ സൗണ്ടുകൾ തമ്മിൽ വ്യത്യാസം വരുന്നത്. Show everybody how clever are the dolphins. Helicopter. Yes, sir. Yes, we are the second and third Nemo. Hello, Nemo. Thank you. Round 2. It's good now. Play together and fight the body. Music. That's it. Thank you. Dance solo. It's a tour. It's
ഗായ്സ് ഏകദേശം 45 മിനിറ്റോളം ഉള്ള ഷോ ഞാൻ കട്ട് ചെയ്ത് മെയിൻ ആയിട്ടുള്ള പാർട്ടുകൾ മാത്രമാണ് നിങ്ങളെ കാണിച്ചുള്ളതാണ്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് ലക്ക് അടിച്ചതെന്ന് പറയാം. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ റിങ് നമ്മൾ വെള്ളത്തിനോട്ട് ഇടണം. അപ്പോൾ ആരുടെ റിംഗ് ആണ് ഡോൾഫിൻ വന്ന് എടുക്കുന്നത് അവർക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കും ഡോൾഫിൻ്റെ കൂടെ. അല്ലാതെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുവാണെങ്കിൽ 126 ദറംസ് ആണ്. ഒരാൾക്കായാലും 5 പേർക്കായാലും ഒരു ഫാമിലിയിൽ മാക്സിമം 5 പേർക്ക് എടുക്കാൻ സാധിക്കും. 2, 3, throw your rings. Let's find out whose 2 rings Trainer Elia will give us. If that's your ring number, put your hands up. Okay, we got the first ring. അങ്ങനെ ഗായ്സ് ആയി എടുത്തത് നമ്മുടെ റിംഗ് ആണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായി പോയി. It's ring number 57. 57. Congratulations. One more winner to pick up. എന്തായാലും പൊളിയായിരുന്നു. ഞങ്ങൾ 126 ദറംസ് കൊടുത്ത് ഫോട്ടോ എടുക്കാനുള്ള പൈസ ലാഭിച്ചെന്ന് വേണമെങ്കിൽ പറയാം. 20 ദറംസിൽ ഒതുക്കി ഓരോരുത്തർ 4-5 എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല ഞങ്ങളുടെ ഇതെടുത്ത്. ഫോട്ടോ എടുത്ത് വെളിയിലേക്ക് നടന്നു പോകുമ്പോഴും ഞങ്ങൾക്ക് എന്താ സംഭവിച്ചെന്നൊരു ബോധം ഇല്ലാണ്ടാണ് നടക്കുന്നത്. പക്ഷെ ഇത് കണ്ടപ്പോൾ ബോധം വന്നു കേട്ടാ. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഒരു ശംഖിന്റെ വില 12,700 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഉള്ള എല്ലാ ഐറ്റംസും ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ ഗായ്സ് ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് അകത്തും വെളിയിലും. ഈ പ്രാവശ്യം ഞാൻ ഒന്നും കാണിക്കുന്നില്ല, ലോങ് ആയി പോവും വ്ളോഗ്. ഇതിൻ്റെ അകത്ത് തന്നെ ബേർഡ് ഷോ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഈഗിൾ ഉണ്ട്. ഞാൻ ഡോൾഫിൻ ഷോയുടെ ടിക്കറ്റ് ഉള്ളവർ ഇവിടെ കയറി കാണാതെ പോകരുത്. കാരണം ആ ടിക്കറ്റിനുള്ളവർക്ക് 30% ഓഫർ ഉണ്ട്. ഇനി നമുക്ക് പോയി ഫോട്ടോ വാങ്ങിക്കാം. നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സാധനമല്ലേ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗായ്സ് ഈ ഫോട്ടോ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ചിൽഡ്രൻ സിറ്റിയിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ 7:30 വരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ദിവസം കൂടെ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിശദമായിട്ട് വ്ളോഗ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാലേ എനിക്ക് കൂടുതൽ വ്ളോഗുകൾ ചെയ്യാനായിട്ട് ഒരു ഉത്സാഹം തോന്നത്തുള്ളൂ. എന്നാൽ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരായിട്ട് ബൈ ബൈ. ഹാവ് എ നൈസ് ഡേ.